ശ്രീ നിസാം സെയ്ദ്, അപ്പം അങ്ങ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അങ്ങേക്ക് ഒരു ആ രാഷ്ട്രീയവുമായി ഏറെ ബന്ധമുള്ള ഒരാളാണ്. അത്തരം കോണ്ടാക്റ്റുകൾ, അത്തരം ബന്ധങ്ങൾ ധാരാളമുള്ള ഒരാളാണ്. സുരേഷ് കുറുപ്പുമായും അടുത്ത ബന്ധമുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത്, ഇപ്പം ഞാൻ ശ്രീ എ സുരേഷിനോട് ചോദിച്ചു, അങ്ങ് കേട്ടല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം എന്നുള്ളത്. മറ്റൊന്ന്, ഇങ്ങനൊരു പരാമർശം ഒരുപക്ഷെ ആദ്യമായിട്ട് ഉന്നയിക്കുന്നതും ശ്രീ സുരേഷ് കുറുപ്പായിരിക്കും. എന്താണ് അങ്ങേക്ക് അതിനെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ? സുരേഷ് കുറുപ്പിനെ അറിയാവുന്ന ഒരാളും സുരേഷ് കുറുപ്പ് സത്യവിരുദ്ധമായ ഒരു പ്രസ്താവന, പ്രത്യേകിച്ചും VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അതുമല്ല ഏതെങ്കിലും വിഷയത്തിൽ സുരേഷ് കുറുപ്പ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ സത്യവിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളതായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും കടുത്ത ശത്രുക്കൾ പോലും ആരോപിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ആലപ്പുഴ സമ്മേളനത്തിൽ അങ്ങനെ ഒരു പ്രസ്താവന ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹമോ കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളോ രാഷ്ട്രീയ നിരീക്ഷകരോ ആരെങ്കിലും അതിനെ അവിശ്വസിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. വ്യക്തിപരമായുള്ള ബോധ്യത്തിൽ നിന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ആലപ്പുഴ സമ്മേളനത്തിൽ ശ്രീമതി ചിന്താ ജെറോം വ്യക്തമായും ഈ പ്രസ്താവന VSനെ സംബന്ധമായി നടത്തിയതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാതെ പൂർണ്ണമായ ബോധ്യത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയും. അല്ല ശ്രീ നിസാം, അന്ന് മാധ്യമങ്ങളൊന്നും അത്തരത്തിലൊരു റിപ്പോർട്ടിംഗ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങേക്ക് അതുമായി ബന്ധപ്പെട്ട് അത്ര ഉറപ്പ്? ഇപ്പൊ നോക്കൂ, VSന്റെ തന്നെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ശ്രീ സുരേഷിന് പോലും ആധികാരികമായത് പറയാൻ കഴിയില്ല. അന്ന് അങ്ങനെ ഒന്നുള്ളതായിട്ട്, അങ്ങനെ സംഭവിച്ചതുള്ളതായിട്ട് പറയാൻ കഴിയില്ല. അങ്ങേക്ക് എങ്ങനെയാണ് ആധികാരികമായി ചിന്തയുടെ പേര് പറയാൻ കഴിയുന്നത്? അന്ന് തന്നെ ഈ വിഷയം അറിയാവുന്ന ഒരാളെന്ന നിലയിൽ, ഈ വിഷയം മാത്രമല്ല, അന്ന് VSനെ വളരെ അധിക്ഷേപിച്ച് സംസാരിച്ച പല ആളുകളെ എനിക്കറിയാം. നമുക്കറിയാം 2004-ലെ മലപ്പുറം സമ്മേളനത്തിലാണ് VS അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് വിഭാഗീയത എന്ന് CPM വിളിക്കുന്ന ഗ്രൂപ്പ് പോലെ അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത്. 2004-ലെ മലപ്പുറം സമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ 12 പേരെ മത്സരിപ്പിക്കുന്നു. ആ 12 പേരും പരാജയപ്പെടുന്നു. അതോടുകൂടി വിഭാഗീയതയിൽ പിണറായി വിജയന് പൂർണ്ണമായ മേൽക്കൈ നൽകുകയും VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം പൂർണ്ണമായും പാർട്ടി സംവിധാനങ്ങളിൽ നിന്ന് ഇല്ലാതാകുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം തുടർച്ചയായി CPM-നുള്ളിൽ നടന്നുകൊണ്ടിരുന്നത് VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ വെട്ടിനിരത്തുക എന്നുള്ളതായിരുന്നു. മാത്രവുമല്ല, VS അച്യുതാനന്ദനോടൊപ്പം നിന്ന ആളുകൾ VS അച്യുതാനന്ദനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നവരെയൊക്കെ പാർട്ടിയുടെ പുതിയ കമ്മിറ്റികളിലേക്ക് ഉൾക്കൊള്ളുന്നു, പാർട്ടിയിൽ പുനരധിവസിക്കപ്പെടുന്നു, പാർട്ടിയിൽ അവർക്ക് സ്ഥാനം നൽകുന്നു. അപ്പോൾ പാർട്ടിയിലെ എല്ലാ വിഭാഗം ആളുകളും VS അച്യുതാനന്ദനെ തള്ളിപ്പറയാൻ നിർബന്ധിതരാകുന്നൊരു സാഹചര്യം 2004 മുതൽ CPM-നകത്തുണ്ടായിരുന്നു. 2012-ലെ തിരുവനന്തപുരം സമ്മേളനത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ശ്രീ M സ്വരാജ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് VS അച്യുതാനന്ദന് നൽകണമെന്ന് പറയുന്നു. അദ്ദേഹത്തിന് പാർട്ടിയിൽ ഉടൻ തന്നെ പുതിയ സ്ഥാനങ്ങൾ ലഭിക്കുന്നു, പാർട്ടിയിൽ ഉയർച്ച ഉണ്ടാകുന്നു. 2015 ആകുമ്പോൾ ചിന്താ ജെറോം മാത്രമല്ല, VSനോട് വളരെ അടുപ്പമുണ്ടായിരുന്ന, VSൻ്റെ വിഭാഗീയത പോരാട്ടങ്ങളിൽ VSൻ്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചിരുന്ന, പലവട്ടം MP ഒക്കെ ആയിട്ടുള്ള ഒരാൾ 2005-ലെ മലപ്പുറം സമ്മേളനത്തിന് ശേഷം നടപടിയെടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയ ഒരാൾ VSനെ വളരെ രൂക്ഷമായി അധിക്ഷേപിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൽ സംസാരിക്കുന്നു. എല്ലാവർക്കും വളരെ അപ്രതീക്ഷിതമായിരുന്നത്. ആ സമ്മേളനത്തിൻ്റെ അവസാനം പുതിയ സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായി മടങ്ങി വരുന്നു. മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുന്നു. അങ്ങനെ VSനെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്ന എല്ലാവരെയും, VSനോടൊപ്പം നിന്നവരെയൊക്കെ പാർട്ടിയിൽ പുനരധിവസിപ്പിക്കുകയും VSനോടൊപ്പം നിന്നവർ VSനെ അധിക്ഷേപിക്കുവാൻ നിർബന്ധിതരായി തീരുകയും ചെയ്തൊരു സാഹചര്യം അത് CPM-നുണ്ടായിരുന്നു. ഇപ്പോ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു പരാമർശം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നത് VS അച്യുതാനന്ദന്റെ പ്രതികരണത്തിലൂടെയാണ്. അല്ലെങ്കിൽ ഇതൊരു ഇരുമ്പ് കോട്ടയാണ്, ഇതിനുള്ളിൽ നിങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൊണ്ടാണ് സാധാരണഗതിയിൽ വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെ CPM എല്ലാ കാലത്തും പ്രതിരോധിക്കാറുള്ളത്. പക്ഷെ VS അച്യുതാനന്ദൻ അതിന് മറുപടി പറഞ്ഞു പൊതുവായി എന്നുള്ള ഇടത്താണ് അത് സാധൂകരിക്കപ്പെടുന്നത്. മറ്റൊന്നുമില്ല, മറ്റെവിടെയും ഒരു തെളിവിന്റെ നാമ്പ് പോലുമില്ല. അങ്ങനെ ഒരു പരാമർശം ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ VS അത് അറിയാതെയും VS അതിനോട് പ്രതികരിക്കാതെ ഇരിക്കുകയും ചെയ്യുമോ? VS ആ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നെ VS പ്രതികരിച്ചില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? മാത്രമല്ല, CPM ഇരുമ്പ് ചട്ടക്കൂടാണെന്നൊക്കെ പറയുമെങ്കിലും വാർത്തകളൊക്കെ പുറത്ത് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം.
2006 തെരഞ്ഞെടുപ്പിൽ VS-ന് സീറ്റ് നിഷേധിച്ചു എന്ന വാർത്ത വന്നപ്പോൾ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല, VS-ന് സീറ്റ് VS തന്നെയാണ്, VS മത്സരിക്കേണ്ടതില്ല, VS-ഉം പിണറായി വിജയനും സ്വയം തീരുമാനിച്ചാണ് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല, ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ പിന്നീട് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ ശരിയാണെന്നുള്ളത് ബോധ്യമായില്ലേ? കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് ബോധ്യമായില്ലേ? അപ്പോൾ ഈ പാർട്ടിയുടെ ഉരുക്ക് ചട്ടക്കൂട് എന്നൊക്കെ പറയുന്നത് പാർട്ടിയിൽ നിന്ന് വാർത്തകൾ ചോരാൻ ഒരു പാടുമില്ല. വാർത്തകൾ ചോർന്നതിൻ്റെ പേരിലാണ് പലരെയും നടപടി എടുത്തിട്ടുണ്ട്. ഔദ്യോഗിക പക്ഷം വാർത്ത ചോർത്തിയാൽ നടപടി ഉണ്ടാകില്ല, വിമതപക്ഷം വാർത്ത ചോർത്തിയാൽ നടപടി ഉണ്ടാകുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ശീലം എന്നുള്ളതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയെ നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ വാർത്തകളൊന്നും അറിയാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ വാർത്തകളൊക്കെ 100% ഉറപ്പോടുകൂടി എനിക്ക് പറയാൻ പറ്റും. ഇത് ചിന്താ ജെറോമാണ് പറഞ്ഞത്, ചിന്താ ജെറോം പറഞ്ഞതാണ് എന്ന് എനിക്ക് അന്ന് തന്നെ കൃത്യമായി വിവരങ്ങൾ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ അകത്ത് സുരേഷ് കുറുപ്പിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശരി.